നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ധനവാനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, ജാതകത്തിൽ നല്ല യോഗം ഉള്ളവനായിക്കോട്ടെ, പ്രശസ്തി ആർജിച്ചവൻ ആയിക്കോട്ടെ, ചില ദിവസങ്ങൾ മോശവും ചില ദിവസങ്ങൾ നല്ലതും ആയിട്ടായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിൽ വരിക. അത് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചന്ദ്രൻ്റെ ചാരഫലം അനുസരിച്ച് ഈ ആഴ്ച എല്ലാവർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശേഷം 11-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ, അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത, ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, അതും പല വഴിയിൽ നിന്ന് ധനലാഭം, ബന്ധുസമാഗമം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 9-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 3:15 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, ശത്രുവിൻ്റെ നാശം, രോഗശമനവും ഫലങ്ങളാകുന്നു. കൂടാതെ മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, അതായത് ലോട്ടറി മുതലായവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. ബുധനാഴ്ച പുലർച്ചെ 3:15 ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ഉദരസംബന്ധമായി രോഗത്തിന് സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മകീരം അന്ത്യപകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം, മാർഗസഞ്ചാരത്തിൽ വിഘ്നം, സുഖമില്ലായ്മ എന്നിവ ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു. 11-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 വരെ കാര്യവിജയം, ശത്രുവിൻ്റെ നാശം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. അപകട സാധ്യത കാണുന്നു. അടുത്തത് പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 9-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 3:15 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, സുഖമില്ലായ്മ, മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു. ബുധനാഴ്ച പുലർച്ചെ 3:15 ശേഷം ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, സുഖശയനം, ശത്രുവിൻ്റെ നാശം,
രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു. കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, ദാമ്പത്യ സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശേഷം ജൂലൈ 11-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, മാർഗസഞ്ചാരത്തിൽ വിഘ്നം, സുഖമില്ലായ്മ എന്നിവ ഫലങ്ങളാകുന്നു. 11-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, സൗഖ്യം, ശത്രുവിൻ്റെ നാശം, രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം, മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ 3:15 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ബുധനാഴ്ച പുലർച്ചെ 3:15 ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. സുഖമില്ലായ്മ, മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു. അടുത്തത് ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ ജന്മത്തിലൂടെയും, അതായത് 1-ാമിടത്തിലൂടെയും 2-ാമിടത്തിലൂടെയും 3-ാമിടത്തിലൂടെയും 4-ാമിടത്തു കൂടിയും ആണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ ബുധനാഴ്ച പുലർച്ചെ 3:15 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ എടുക്കുക. ധനനാശത്തിനും സാധ്യത കാണുന്നു. ആയതിനാൽ സൂക്ഷിക്കുക. ബുധനാഴ്ച പുലർച്ചെ 3:15 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ഭാര്യ ഭർത്തൃ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 വരെ സിദ്ധിക്കുന്നതായിരിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചിക കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചിക കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം, അമിത ചെലവ്, ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശേഷം അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ബുധനാഴ്ച പുലർച്ചെ 3:15 മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, മാനഹാനിക്ക് സാധ്യത, കർമ്മങ്ങൾക്ക് വിഘ്നവും കാണുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഈ ഫലം
ശനിയാഴ്ച രാത്രി വരെ സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ജൂലൈ 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പല വഴികളിൽ നിന്നുള്ള ധനലാഭം, ബന്ധുജനങ്ങളുമായി കൂടിച്ചേരുവാനുള്ള സാഹചര്യം, ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ 9-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 3:15 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, അമിത ചെലവ്, ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു. ബുധനാഴ്ച പുലർച്ചെ 3:15 മുതൽ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഈ ഫലം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 വരെ സിദ്ധിക്കുന്നതായിരിക്കും. 11-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം, മാനഹാനിക്ക് സാധ്യത, കർമ്മങ്ങൾക്ക് വിഘ്നവും ധനനാശവും ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ നോക്കാം. മകരക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും, അതായത് ജന്മത്തിലൂടെയും ആണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 9-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 3:15 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ അനുകൂലമാകുന്നു. പല വഴികളിൽ നിന്നുള്ള ധനാഗമനം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. ധന അഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. ബുധനാഴ്ച പുലർച്ചെ 3:15 ശേഷം 11-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, അമിത ചെലവ്, ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 ശേഷം അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്തത് അവിട്ടം അന്ത്യപകുതി, ചതയം, പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം, ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശേഷം 11-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം, പല വഴികളിൽ നിന്നുള്ള ധനാഗമനം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. ധന അഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, അമിത ചെലവ്, ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു. ആയതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് പുരൂരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 9-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 3:15 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക, അപകട സാധ്യത കാണുന്നു. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും സാധ്യത കാണുന്നു. ആയതിനാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബുധനാഴ്ച പുലർച്ചെ 3:15 മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം,
പല വഴികളിൽ നിന്നുള്ള ധനാഗമനം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.